അതിരപ്പള്ളി നിവാസികൾക്കും തൃശ്ശൂരുകാർക്കും മാത്രമല്ല ലോകമെമ്പാടുമുള്ള മുഴുവൻ ആനപ്രേമികൾക്കും ഇന്ന് ഏഴാറ്റുമുഖം ഗണപതി എന്ന കാട്ടാന സുപരിചിതരാണ്. അതുകൊണ്ട് തന്നെ ഗണപതിയുടെ കാലിൽ പരിക്കേറ്റുന്ന വാർത്ത എല്ലാവരെയും ആശങ്കപ്പെടുത്തുന്നുമുണ്ട്. ഗണപതി എന്ന കാട്ടാന എന്തുകൊണ്ടാണ് ഇത്രയും ജനകീയനായത്? തൃശ്ശൂർ ബ്യൂറോ തയ്യാറാക്കിയ റിപ്പോർട്ടിലൂടെ അതേക്കുറിച്ച് അറിയാം. നീളം കുറഞ്ഞ കുഞ്ഞൻ കൊമ്പുകൾ, തലയെടുപ്പുള്ള മസ്തകം, കരുത്തെടുത്തറിയിക്കും വിധം ആരെയും കൂസാതെയുള്ള ഭാവം. എത്ര അകലെ നിന്ന് കണ്ടാലും ഏഴാറ്റുമുഖം ഗണപതിയെ അതിരപ്പള്ളിക്കാർക്ക് തിരിച്ചറിയാം. എന്നാൽ ലോകം മുഴുവൻ അവനെ ശ്രദ്ധിച്ചു തുടങ്ങിയത് മയക്കുവെടിയേറ്റ് തളർന്നു നിന്ന തന്റെ ചങ്ങാതിയോടുള്ള കൊമ്പന്റെ കരുതലിന്റെയും സ്നേഹത്തിന്റെയും കാഴ്ചകൾ കണ്ടാണ്. അതിരപ്പള്ളി ഏഴാറ്റുമുഖം ഭാഗങ്ങൾ ഉൾപ്പെടുന്ന വാഴച്ചാൽ ഫോറസ്റ്റ് ഡിവിഷന് കീഴിലാണ് നാട്ടുകാരുടെ പ്രിയപ്പെട്ടവനായ ഗണപതി ജനിച്ചതും വളർന്നതും. കുട്ടിയാന ആയിരുന്നപ്പോൾ മുതൽ ജനവാസ മേഖലയിൽ സ്ഥിരമായി എത്തിത്തുടങ്ങി. മറ്റു കാട്ടാനകളിൽ നിന്നും വ്യത്യസ്തമായി ഗണപതി മനുഷ്യരെ ഉപദ്രവിക്കാറില്ല. അപരിചിതരായ ആളുകൾ പറഞ്ഞാൽ പോലും പലപ്പോഴും അവൻ അനുസരണ കാട്ടും. ഇങ്ങനെ പറയാനാണെങ്കിൽ കാരണങ്ങൾ നിരവധിയാണ് ആനയുടെ ജനകീയതയ്ക്ക് പിന്നിൽ. പക്ഷേ ഗണപതി എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഭയങ്കര അഭിപ്രായമാണ്, ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ ആരെയും ഉപദ്രവിക്കാത്ത കാരണം കൊണ്ട് എല്ലാ വീട്ടുകളിലും കുറേ വീട്ടുകളിലൊക്കെ ചെല്ലാറുണ്ട്. ചക്കയൊക്കെ ഇട്ട് തിന്നാറുണ്ട്. ഇവിടെ 4 പ്രാവശ്യം വന്നിട്ടുണ്ടായി. ഈ വീടിൻ്റെ ബാക്കിൽ വന്ന് വാഴയൊക്കെ മറിച്ചിട്ട് ഒരു തെങ്ങിനെ മറിച്ചിട്ട് തിന്നു. അപ്പുറത്തെ വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു. ഈ ജനലക്കൂടെയൊക്കെ ഞങ്ങൾ എത്ര പ്രാവശ്യം നോക്കിയാണ് രാത്രി 2 മണി നേരത്തൊക്കെ വന്നിട്ടേ ആന വന്ന് നിന്നുണ്ട്. പക്ഷെ ആരും നമ്മൾ ഒച്ചയും വെള്ളവും നിൽക്കണില്ലല്ലോ. അപ്പോൾ സൗണ്ടൊന്നും ഇല്ലാത്ത രീതിയിലിരിക്കണേ ആന വന്ന് അത് തിന്ന് ചവിട്ടി കുത്തി തിന്നിട്ട് പോകും. അല്ല ആരും ദ്രോഹിക്കാനും ഒന്നും ഉണ്ടാവാറില്ല. പക്ഷെ ഗണപതി എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും വലിയ അഭിപ്രായമാണ്. ചട്ടം പഠിച്ച നാട്ടാനയെ പോലെ പെരുമാറുന്ന ഈ കാട്ടാനയെ കാണാൻ കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ആനപ്രേമികൾ അതിരപ്പള്ളിയിലേക്ക് എത്താറുണ്ട്. വർഷങ്ങളായി സ്ഥിരമായി ഏഴാറ്റുമുഖം ഭാഗങ്ങളിൽ കാണുന്നതുകൊണ്ട് നാട്ടുകാർ ചേർന്നാണ് അവന് ഏഴാറ്റുമുഖം ഗണപതി എന്ന പേരിട്ടത്. കേരളം മുഴുവൻ ആരാധകരുള്ള കൊമ്പന് 25 വയസ്സിലേറെ പ്രായവും 4 ടണ്ണിലേറെ ഭാരവും ഉണ്ടെന്നാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ കണക്കുകൂട്ടുന്നത്. ഇടതുകാലിൽ കാണുന്ന ചെറിയ മുഴയാണ് അവനെ എളുപ്പത്തിൽ തിരിച്ചറിയാനുള്ള അടയാളം. സംഭവമൊക്കെ ശരിയാണെങ്കിലും ഗണപതി കാട്ടാന തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഇഷ്ടത്തോടെ തന്നെ പരാതി പറയാനും ആളുകൾ ഏറെയുണ്ട്. ജനവാസ മേഖലയിൽ പതിവായി ഇറങ്ങുന്ന കൊമ്പൻ സ്ഥിരമായി കൃഷിനാശം ഉണ്ടാക്കും. പ്ലാന്റേഷൻ കോർപ്പറേഷന്റെ എണ്ണപ്പനകളും നാട്ടുകാർ നട്ടുവളർത്തിയ വാഴകളുമാണ് ഇഷ്ട ആഹാരം. ചാലക്കുടി പുഴയും പരിസരവുമാണ് ഗണപതിയുടെ വിഹാര കേന്ദ്രങ്ങൾ. ഈ ആന എനിക്ക് തോന്നുന്നത് ഈ ചെറുപ്പത്തിലെ തന്നെ ഒരു ചെറുതായിരിക്കുമ്പോൾ തന്നെ ഈ ആന നമ്മുടെ ജനവാസ മേഖലയിലേക്ക് വന്നു തുടങ്ങിയാണ്. ചെറുപ്പം മുതലേ നമ്മ ഇതിനെ കണ്ടു തുടങ്ങുന്നതാണ്. ഈ ഇത്ര നാളായിട്ട് വലിയ അക്രമവാസനയൊന്നും ഉണ്ടായിട്ടില്ല. ഇപ്പം കഴിഞ്ഞ ദിവസം ഈ ആന ഇവിടെ നമ്മുടെ ഇതിൻ്റെ മുകളിൽ ബാക്കിൽ കുറച്ച് വാഴയും അതേപോലെ തെങ്ങും ഇതൊക്കെ അടിച്ച് തകർത്തു. അന്നത്തെ മറ്റേ കൊമ്പനെ പിടിച്ചുകൊണ്ട് പോയതിൻ്റെ ആ തലേദിവസം. അപ്പോൾ ഇതിപ്പോൾ ആൾക്കാരുടെ ഇടയിലൊക്കെ ഇങ്ങനെ പകലൊക്കെ ഇങ്ങനെ കിടന്ന് നടക്കണ ഒരു ആന. ഇവിടെയായാലും ഇപ്പോൾ ഒരു 5 മണിക്കൊക്കെ വന്നിട്ട് പതുക്കെ നടന്ന് ഈ ക്രോസ് ചെയ്ത് മുകളിലേക്ക് പോണ ഒരു ഇതാണ്. ആരോടും ഇങ്ങനെ ഇതുവരെ പ്രശ്നക്കാരനല്ല ഈ ആന. കഴിഞ്ഞ ഞായറാഴ്ച ജനവാസ മേഖലയിൽ ഇറങ്ങിയ ഗണപതി മുടന്തി നടന്നതോടെയാണ് കാലിൽ പരുക്കുള്ളതായി നാട്ടുകാർ സംശയം പ്രകടിപ്പിച്ചത്. വനംവകുപ്പ് നടത്തിയ പരിശോധനയിൽ കാൽപാദത്തിൽ പരിക്ക് കണ്ടെത്തുകയും ചെയ്തു. പരിക്ക് സ്ഥിരീകരിച്ചതോടെ ആനപ്രേമികളും മൃഗസ്നേഹികളും അടക്കം നിരവധി പേരാണ് ഇപ്പോൾ ഇക്കാര്യത്തിൽ ആശങ്കപ്പെടുന്നത്. വനമന്ത്രിക്ക് പോലും ഇതിനോടകം പരാതികൾ ലഭിച്ചു. ഇത്തരം പരാതികൾ കൂടി പരിഗണിച്ചാണ് കൊമ്പന് ചികിത്സ നൽകാൻ ഇപ്പോൾ വനംവകുപ്പ് തീരുമാനിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ചുരുങ്ങിയ ദിവസത്തിനുള്ളിൽ നടപടികൾ പൂർത്തീകരിച്ച് എത്രയും വേഗത്തിൽ തന്നെ ഗണപതിയുടെ ചികിത്സ ഉറപ്പാക്കുമെന്നാണ് ഉദ്യോഗസ്ഥർ അറിയിക്കുന്നത്. ന്യൂസ് മലയാളം, തൃശൂർ.